ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ജൂൺ മാസം 7-ാം തീയതിയാണ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്നാണ്. ആവർത്തന പുസ്തകം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എന്തിൻ്റെയോ ആവർത്തനമാണ്. ശരിയാണ്, ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൻ്റെ ആവർത്തനമാണ്. മിസ്രൈമിൽ നിന്നുള്ളതായിരിക്കുന്ന അവരുടെ യാത്രയുടെ ഒരു വിവരണമാണ് ഈ അധ്യായത്തിൽ കാണിക്കുന്നത്. വാസ്തവത്തിൽ പുറപ്പാട്, ലേവ്യ, സംഖ്യ ഈ 3 പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന കാര്യങ്ങളെ ഒന്നുകൂടെ ക്രോഡീകരിച്ച് പറയുകയാണ്. ആവർത്തന പുസ്തകം എന്ന് പറയുന്നത് മോശയുടെ 4 പ്രസംഗങ്ങളാണ്, യാത്രാമൊഴിയാണ്. മോശയോട് ദൈവം പറഞ്ഞു, നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. മരിച്ചു പോകുമെന്ന് പറഞ്ഞതുകൊണ്ട് താൻ മരിക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ മക്കളെ എല്ലാം കൂട്ടി വരുത്തി ദൈവം മോശ മുഖാന്തരം അവരുടെ മധ്യത്തിൽ ചെയ്തതായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മോശ അവരെ ഓർപ്പിക്കുകയാണ്. അങ്ങനെ ഓർപ്പിക്കുന്ന 4 പ്രസംഗങ്ങളാണ് ഈ ആവർത്തന പുസ്തകം എന്ന് പറയുന്നത്. ഇതിലെ 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ഇസ്രായേൽ മക്കളുടെ പരാജയങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതിൻ്റെ 45-ാമത്തെ വാക്യത്തിൽ വളരെ രസകരമായിരിക്കുന്ന ഒരു വാക്യമെന്ന് പറയട്ടെ. രസമെന്ന് പറഞ്ഞാൽ ചിരിക്കാനും കൊള്ളാവുന്ന വാക്യം ആണോ എന്ന് ചോദിച്ചാൽ ഉവ്വ് എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ മടങ്ങി വന്നു യഹോവയുടെ മുൻപാകെ കരഞ്ഞു, എന്നാൽ യഹോവ നിങ്ങളുടെ നിലവിളി കേട്ടില്ല, നിങ്ങളുടെ അപേക്ഷയ്ക്ക് ചെവി തന്നതുമില്ല. സങ്കടകരമല്ലേ? പ്രാർത്ഥിച്ചിട്ട് ദൈവം കേട്ടില്ലെന്നാണ് പറഞ്ഞത്, നിലവിളിച്ചിട്ട് ദൈവം കേട്ടില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു അനുഭവം ജീവിതത്തിൽ വരും കേട്ടോ. നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകും. ചില സമയങ്ങളിൽ നാം പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കില്ല, നിലവിളിച്ചാൽ ദൈവം കേൾക്കില്ല. ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞിരുന്നു കനാൻ നാട്ടിലേക്ക് പോകുവാനായിട്ട്. 12 ഒറ്റുകാരെന്നാൽ അവരെ അയച്ചു. അവർ വന്നു. 2 പേരൊഴികെ 10 പേര് നെഗറ്റീവായിട്ടുള്ളതായിരിക്കുന്ന റിപ്പോർട്ടാണ് നൽകിയത്. അയ്യോ പോകരുത്, അവിടെയുള്ള ആളുകൾ വലിയ മല്ലന്മാരാണ്, നമ്മളൊക്കെ വെട്ടുക്കിളികളെ പോലെ അവരുടെ മുൻപിൽ, അവർ നമ്മളെ തിന്നുകളയും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. കാലേബും യോശുവയും അതിനെതിരെ സംസാരിച്ചു. ദൈവം നമ്മോട് കൂടെ ഉണ്ട്, ദൈവത്തിന് പ്രസാദമെങ്കിൽ ദൈവം ആ ദേശം നമുക്ക് തരും, അവിടുത്തെ ആളുകളെ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നൊക്കെ യോശുവയും കാലേബും വളരെ വ്യക്തമായിട്ട് ആളുകളോട് പറഞ്ഞു. പക്ഷേ അവർ കേട്ടില്ല. അവസാനം അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വേറൊരു ലീഡറെ തിരഞ്ഞെടുത്തിട്ട് ഞങ്ങൾ മിസ്രൈമിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞ് യോശുവ മോശയൊക്കെ പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, പോയ ദൈവം നിങ്ങളോട് ഇല്ലെന്ന് പറഞ്ഞു. അവസാനം അതിൻ്റെ ആപത്ത് അവർക്ക് മനസ്സിലായി. അങ്ങനെയെങ്കിൽ ദൈവം പറഞ്ഞതുപോലെ ഞങ്ങൾ കനാനിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ദൈവം പോകരുതെന്ന് പറഞ്ഞു. നിങ്ങളെ മരുഭൂമിയിൽ തന്നെ താമസിച്ചോളാൻ പറഞ്ഞു. 40 വർഷം നിങ്ങൾ പോകരുത്, പോയാൽ വിജയിക്കില്ലെന്ന് പറഞ്ഞു. പക്ഷേ അവരെന്ത് ചെയ്തു? ഒരു നേതാവിനെയൊക്കെ തിരഞ്ഞെടുത്ത് അവരെ കനാൻ നാട്ടിലേക്ക് പോകാനായിട്ട് അവരെ ഒരുങ്ങി. പക്ഷേ അങ്ങനെ ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? അവർ പ്രതീക്ഷിക്കാത്തതായിരിക്കുന്ന പ്രതികൂലം അവർക്കുണ്ടായി. അമോര്യരെന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇവർ പോയ വഴിക്ക് അവർ കയറിയ മലയിലുണ്ടായിരുന്നു. അവർ താഴെ ഇറങ്ങി വന്ന് ഇവരെ എല്ലാം പരാജയപ്പെടുത്തി. ഒരുപാട് ആളുകൾക്ക് നാശനഷ്ടങ്ങളൊക്കെ വന്നു. അവരവസാനം ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നു, ഞങ്ങൾ തെറ്റിപ്പോയി, ഞങ്ങളോട് ക്ഷമിക്കണമേ. മോശയും യോശുവൊക്കെ പറഞ്ഞ് ഞങ്ങൾ കേൾക്കേണ്ടതായിരുന്നു, ഞങ്ങൾ കനാനിലേക്ക് പോകേണ്ടതായിരുന്നു, ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു കിടന്ന് ഒരുപാട് കരഞ്ഞു. എന്നിട്ട് ആ കരഞ്ഞതിനെക്കുറിച്ചാണ് പറയുന്നത് 45-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്. അവർ മടങ്ങി വന്നു, യഹോവയുടെ മുൻപാകെ കരഞ്ഞു, എന്നാൽ യഹോവ തങ്ങളുടെ നിലവിളി കേട്ടില്ല, നിങ്ങളുടെ അവരപേക്ഷയ്ക്ക് ചെവി തന്നതുമില്ല. അങ്ങനെ നിങ്ങൾ കാദേശിൽ പാർത്ത ദീർഘകാലമൊക്കെയും അവിടെ താമസിക്കേണ്ടി വന്നു. പുരോഗതിയില്ല, നഷ്ടപ്പെട്ടു പോയി. മുന്നോട്ട് പോകേണ്ടവർ മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞില്ലേ? എന്തുകൊണ്ടാണ്? ദൈവം പറഞ്ഞതനുസരിച്ച് ജീവിച്ചില്ല. ദൈവം പോകരുതെന്ന് പറഞ്ഞപ്പോൾ പോകുമെന്ന് പറഞ്ഞു, പോകണമെന്ന് പറഞ്ഞപ്പോൾ പോകില്ലെന്ന് പറഞ്ഞു, എന്നാൽ ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞു. അവസാനം വന്ന ദൈവത്തോട് കരയാണ്. എല്ലാം പരാജയം പറ്റി, ആപത്തും പറ്റി, നഷ്ടവും വന്നു കഴിഞ്ഞപ്പം വന്ന് കരയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്. ദൈവം പറയുന്ന കാര്യങ്ങൾ, വചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അനുസരിക്കാതെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ മിടുക്കരാണ്, മുന്നോട്ട് പോകുന്നു. പക്ഷേ ദൈവം എന്ത് ചെയ്യും? വാതിലുകളെ അടയ്ക്കും. അവിടെയൊക്കെ നാം പരാജയപ്പെടും, നമുക്ക് വലിയ നഷ്ടം വരും. ബിസിനസ്സായിരിക്കും, ദൈവം ചെയ്തെന്ന് പറഞ്ഞാൽ പക്ഷേ നമ്മൾ കയറി ചെയ്തു. അവസാനം എന്ത് ചെയ്തു? 10 ലക്ഷം 50 ലക്ഷം രൂപയൊക്കെ പോയി. പിന്നെ നമ്മൾ വന്ന് ദൈവത്തിന് മുൻപാകെ കിടന്ന് കരയാണ്, ദൈവം ക്ഷമിക്കണേ, സഹായിക്കണേ. ദൈവം പ്രാർത്ഥന കേൾക്കുന്നതേ ഇല്ല. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചായിട്ട് പോലും ദൈവം കാണുന്നില്ല. കാരണം ദൈവത്തെ മറന്നും ദൈവത്തോട് റിബൽ ചെയ്തും മത്സരിച്ചും നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ട് അനുഗ്രഹം പ്രാപിക്കണമെന്ന് നാം ആഗ്രഹിച്ചാൽ അത് സാധിക്കുന്ന കാര്യമല്ല. അങ്ങനെ ഒരു കാര്യം നമുക്ക് പ്രതീക്ഷിക്കുകയേ വേണ്ട. ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം പ്രമാണിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് കഴിയും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നവനാണ് ദൈവം. തൻ്റെ മക്കളുടെ കരച്ചിൽ ചെവി ചായ്ക്കുന്നവനാണ്. തൻ്റെ ജനത്തിൻ്റെ കണ്ണുനീരെല്ലാം ദുരിതി സംഭരിക്കുന്നവനാണ്. ഇതെല്ലാം ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതെല്ലാം ശരിയാണ്. എന്നാൽ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ് പ്രാർത്ഥന കേൾക്കാതെ വരുന്ന സന്ദർഭങ്ങളുണ്ട്.
അങ്ങനെ ഒരു സന്ദർഭമാണ് നമ്മൾ ഈ വായിച്ച് കേട്ടത്. ദൈവം മിസ്രൈമിൽ നിന്നും വീണ്ടെടുത്ത് കൊണ്ടുവന്ന ജനം ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതെ ദൈവത്തോട് മറുതലിച്ചു. കൂടാതെ ദൈവം നിയമിച്ചാക്കിയ നേതൃത്വത്തെ അവർ അവഗണിച്ചു. ദൈവത്തിൻ്റെ വാഗ്ദത്വവും വിശ്വസ്തതയും അവർ പുച്ഛിച്ചു തള്ളി. തിരിച്ച് മിസ്രൈമിലേക്ക് പോകാനുള്ള പദ്ധതി അവർ തയ്യാറാക്കി. തങ്ങൾക്കൊരു ബദൽ നേതാവിനെയൊക്കെ തിരഞ്ഞെടുത്തു. പക്ഷേ ദൈവം അവരെ കഠിനമായി ശാസിച്ചു. അവർക്ക് ജീർണത അയച്ചു. ജനം കൈപ്പോടെ കരഞ്ഞു. ദൈവം അവരെ 40 വർഷം മരുഭൂമിയിൽ അലഞ്ഞു തിരിയുവാൻ ഇടയാക്കുമെന്ന് പറഞ്ഞു. കനാൻ ഒറ്റുനോക്കാൻ പോയതായിരിക്കും 40 ദിവസത്തിന് പകരം 40 വർഷം നിങ്ങൾ അലയുമെന്ന് പറഞ്ഞു. പക്ഷേ അവർ അതിന് മറുതലിച്ചവർ മല കയറി ഞങ്ങളിപ്പോൾ പോകുമെന്ന് പറഞ്ഞു. പക്ഷേ അമോര്യർ അവരെ തേനീച്ച വളയും പോലെ വളഞ്ഞു എന്നാണ്. തേനീച്ച വളയും പോലെ വളഞ്ഞു. അവർ നിസ്സഹായരായി കരഞ്ഞു. പക്ഷേ കർത്താവ് അവരുടെ കാര്യത്തിൽ കേട്ടില്ല. അവർക്ക് ദീർഘകാലം കാദേശിൽ തന്നെ കഴിയേണ്ടതായിട്ട് വന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം ദൈവത്തിൻ്റെ ജനം പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അനുഗ്രഹം ഉണ്ടാകുന്നത്, നമുക്ക് പുരോഗതി ഉണ്ടാകുന്നത്, ലക്ഷ്യത്തിൽ നാം എത്തുന്നത്. ദൈവത്തിൻ്റെ വചനപ്രകാരം അല്ലാതെ നമ്മുടെ ബുദ്ധിയിൽ നാം ചെയ്തുകൊണ്ട് കാര്യമില്ല. ദൈവം എല്ലാം ഈ തെറ്റായിരിക്കുന്ന പ്രവൃത്തികൾ ദൈവത്തിൻ്റെ ജനമെല്ലാം ഒത്തുചേർന്നിരുന്നു. ഐക്യതയോടാണ് പ്രവർത്തിച്ചത്. അത് നല്ലത് തന്നെയാണ് ഐക്യത. പക്ഷേ തെറ്റ് ചെയ്യുന്നതിലുള്ള ഐക്യത ദൈവം മാനിക്കുകയില്ല. നന്മ ചെയ്യുന്നതിലുള്ള ഐക്യതയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അവരെ ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക് ദൈവം അവരെ വിധേയരാക്കിയെങ്കിലേ അവർ പാഠം പഠിക്കൂ. ദൈവത്തിനെതിരെ അവർ കനാലിലേക്ക് പോകുവാൻ തീരുമാനിച്ച തീരുമാനം ശരിയല്ല. അവർ ദൈവത്തോട് മത്സരിക്കുകയാണ് ചെയ്തത്. ദൈവം 40 വർഷം കഴിഞ്ഞപ്പോൾ അവരെ കൊണ്ടുപോയി കനാൻ നാട്ടിലേക്ക്. ഈ 40 വർഷം അലഞ്ഞു തിരിഞ്ഞതിന് ഉത്തരവാദികൾ ഈ ജനം തന്നെയാണ്. ദൈവത്തിൻ്റെ വാക്ക് അവർ കേട്ടനുസരിച്ചില്ല, ദൈവത്തെ അവർ വിശ്വസിച്ചില്ല എന്നുള്ളതാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളില്ലേ? നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഇല്ലേ? ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ മാനിക്കാതെ, ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ മാനിക്കാതെ നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ ഊന്നിക്കൊണ്ട് നാം പല കാര്യങ്ങളിലും ചെന്നിടപെടും. അവസാനം എന്താണ്? അതെല്ലാം പരാജയപ്പെട്ട് അപ്പോൾ നാം പരാജയപ്പെടുമ്പോൾ ദൈവം പറയുന്ന പോലെ പിന്നെ കേട്ടാൽ കുഴപ്പമില്ല, കേൾക്കുകയില്ല. പിന്നെ നാം എന്ത് ചെയ്യും? വേറെ ചില ആളുകളുടെ ഉപദേശങ്ങളൊക്കെ കേട്ടിട്ട് വേറൊരു വഴിക്ക് പോകും. ആ വഴിയും പരാജയമാണ്. പിന്നെ ദൈവസന്നിധി വന്നിരുന്ന കാര്യം ഞങ്ങളെ അത് അനുഗ്രഹിക്കാൻ കൂടുതൽ വരാൻ എന്താ ഞങ്ങൾ പ്രാർത്ഥിച്ചതല്ല. ദൈവം പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിച്ചതായിരുന്നു, പക്ഷേ ആ പ്രാർത്ഥന ഞാൻ കേൾക്കുകയില്ല. എൻ്റെ വചനത്തിന് വിരുദ്ധമായ പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള പ്രവൃത്തിയെ അനുഗ്രഹിക്കണമെന്നാണ് നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചത്. അതെങ്ങനെ ഞാൻ കേൾക്കുന്നത്? അങ്ങനെ ഒരിക്കലും ദൈവം കേൾക്കില്ല. അതുകൊണ്ട് വിശുദ്ധിയോടും മാത്രമല്ല, അനുസരണത്തോടും ദൈവസന്നിധിയിലെ വിനയത്തോടും കൂടെ നമ്മൾ വരികയും നമ്മൾ തെറ്റുകളെ തിരുത്തുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.